നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീലേശ്വരം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ യോഗ പ്രകൃതി ചികിത്സ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനുള്ള സ്ഥലം കൈമാറാൻ ധാരണാപത്രമായി. 100 കിടക്കകളുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങുന്നത്. കാസർഗോഡ് നഗരഹൃദയത്തിലെ കിണർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡിൽ ഒരു കാലത്ത് നിറഞ്ഞ ജലസ്രോതസ്സായിരുന്ന കിണറാണ് ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നാടും നഗരവും നവരാത്രി ആഘോഷലഹരിയിൽ. കാഴ്ചയുടെ ഉത്സവം തീർത്ത് പുലിക്കളിയും നവരാത്രി വേഷങ്ങളും നഗരം കീഴടക്കുന്നു. LDF സർക്കാരിന്റെ ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയിൽ പ്രതിഷേധിച്ച് UDF കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. റംബൂട്ടാൻ കൃഷിയിലൂടെ മിയപ്പദവിന്റെ താരമായി ഡോക്ടർ ചന്ദ്രശേഖരൻ. കൃഷിയെ വിസ്മരിക്കുന്ന പുതിയ കാലത്ത് കാർഷിക രംഗത്ത് പ്രതീക്ഷയുടെ വെളിച്ചമാവുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന പരിസ്ഥിതി സെമിനാർ ശ്രദ്ധേയമായി. കാസർഗോഡ് പീപ്പിൾസ് ഫോറം, ഗവൺമെന്റ് കോളേജ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇക്കോ ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ പ്രദർശനവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കണ്ണൂർ സെന്റർ കാഞ്ഞങ്ങാട്ടാണ് പ്രദർശനം. വാർത്തകൾ വിശദമായി. നീലേശ്വരം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ 100 കിടക്കകളുള്ള യോഗ പ്രകൃതി ചികിത്സ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനുള്ള സ്ഥലം കൈമാറാൻ ധാരണാപത്രമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി കളക്ടർ ഡോക്ടർ D. സജിത് ബാബു, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡയറക്ടർ ഡോക്ടർ ഈശ്വര N. ആചാര്യയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മന്ത്രി E. ചന്ദ്രശേഖരന്റെ പ്രത്യേക താൽപര്യത്തിലാണ് കരിന്തളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നത്. കേന്ദ്ര ആയുഷ് വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതിയാണ് കരിന്തളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. പിന്നീട് 200 കിടക്കകളോടെ വികസിപ്പിക്കുവാനാവും വിധമാണ് പദ്ധതി. ആശുപത്രിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി 15 ഏക്കർ സ്ഥലം 30 വർഷത്തേക്കാണ് സംസ്ഥാന സർക്കാർ പാട്ടത്തിന് നൽകുന്നത്. കേന്ദ്ര ആയുഷ് വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനത്തിന് നേരിട്ട് ഭൂമി കൈമാറുവാൻ വ്യവസ്ഥയില്ലാത്തതിനാലാണ് പാട്ട വ്യവസ്ഥയിൽ അനുവദിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ K. രവികുമാർ, കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് A. വിധുബാല, M. കുമാരൻ, വെള്ളരിക്കുണ്ട് തഹസിൽദാർ കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ഷിംജി, കരിന്തളം വില്ലേജ് ഓഫീസർ T. സുരേഷ്, KK നാരായണൻ, OM ബാലകൃഷ്ണൻ, CP ബാബു, N. പുഷ്പരാജ്, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് നഗരഹൃദയത്തിലെ കിണർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡിൽ ഒരു കാലത്ത് നിറഞ്ഞ ജലസ്രോതസ്സായിരുന്ന കിണറാണ് ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെയും പരിസരത്തെ കെട്ടിടങ്ങളിലെയും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിച്ചിരുന്ന കിണർ നിലവിൽ കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളി നികത്തിയ അവസ്ഥയിലാണ്. 20 കോലിലധികം ആഴമുണ്ടായിരുന്ന ഈ കിണർ കടുത്ത വേനലിലും ജലസമൃദ്ധമായിരുന്നു. സമീപ കടകളിലുള്ളവർ കുഴൽക്കിണറിലേക്ക് മാറിയതോടെ അധികൃതർ കിണർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ ബസ് സ്റ്റാൻഡിനകത്തെയും പുറംഭാഗത്തുമുള്ള കെട്ടിടങ്ങളിലെ കടകളിൽ നിന്നും മാലിന്യങ്ങൾ കിണറിലേക്ക് തള്ളാൻ തുടങ്ങി. കിണർ മാലിന്യം കൊണ്ട് മൂടിക്കളയുമ്പോഴും നഗരസഭാ അധികൃതർക്ക് ഇത് കണ്ട ഭാവം പോലുമില്ല. അധികൃതരുടെ അനാസ്ഥ കാരണം കിണർ മാലിന്യത്താൽ നിറയുകയായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ തള്ളുന്നതിന് പുറമെ മാലിന്യങ്ങൾ ഇവിടെ കത്തിക്കുന്ന അവസ്ഥയുമുണ്ട്. പ്രതിദിനം 100 കണക്കിന് യാത്രക്കാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും കർണാടകയിലേക്കും പോകുന്നതിന് വേണ്ടിയെത്തുന്ന നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡിൽ വിഷവായു ശ്വസിച്ച് ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. മാലിന്യം തള്ളി കിണർ നിറക്കുന്നതിന് മുൻപ് നഗരസഭാ അധികൃതർ ഇടപെട്ടിരുന്നുവെങ്കിൽ കടുത്ത വേനലിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ കിണർ ഉപകരിക്കുമായിരുന്നു. എന്നാൽ പ്രതിദിനം യഥേഷ്ടം മാലിന്യം തള്ളുമ്പോഴും നഗരസഭാ അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. ന്യൂസ് ഡെസ്ക് KCN. നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകരാൻ പുലിക്കളിയും നവരാത്രി വേഷങ്ങളും. കാഴ്ചയുടെ ഉത്സവം തീർക്കുന്ന ഈ കലാപ്രകടനങ്ങൾ അത്യുത്തര കേരളത്തിലെ പതിവ് കാഴ്ചയാണ്. നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായാണ് നഗരത്തിൽ പുലിവേഷങ്ങൾ അരങ്ങ് തകർക്കുന്നത്. കടകളിലും വീടുകളിലും പ്രത്യേകം വാദ്യത്തിന്റെ അകമ്പടിയോടെ പുലികൾ ചുവടുവയ്ക്കുന്നു. പുലി കൂടാതെ പുരാണവേഷങ്ങളിലെ കഥാപാത്രങ്ങളും സ്ത്രീവേഷങ്ങളും നവരാത്രി നാളുകളിൽ നഗരം കീഴടക്കുന്നു.
തുളുനാടെന്ന് അറിയപ്പെടുന്ന കാസർഗോട്ട് മാത്രമാണ് ഈ പ്രത്യേകതകൾ. കർണാടകയിൽ മംഗലാപുരം, പുത്തൂർ, സുള്ളിയ, മടിക്കേരി പ്രദേശങ്ങളിലും നവരാത്രിയുടെ ഭാഗമായി വേഷങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. നവമി ദിവസത്തിൽ കൊറക്കോട് ആര്യകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ പുലികൾ കൂട്ടത്തോടെ എത്തി ദർശനം നടത്തി വേഷം അടിച്ചുവെക്കാറാണ് പതിവ്. നാല് കൊല്ലമായി ഞങ്ങൾ നവരാത്രി വേഷം ഇടുന്നത്. ഇങ്ങനെ ഒരു ഇത് അത് സിംഹ കരടി 18 പുലിയായിരുന്നു ഞങ്ങൾ തന്നെ 25 പുലിയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് പീപ്പിൾസ് ഫോറം, ഗവൺമെന്റ് കോളേജ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇക്കോ ക്ലബ്ബ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പാരിസ്ഥിതിക അവബോധവും ജാഗ്രതയും പ്രളയാന്തരം എന്ന വിഷയത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കേരളത്തിൽ ഒരു സ്വകാര്യ വ്യക്തിക്കോ കമ്പനിക്കോ കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളത്. പണമല്ല ഭൂമി കൈവശം വെക്കുന്നതിനുള്ള മാനദണ്ഡം. തോട്ടമല്ലാത്ത എല്ലാ ഭൂമികളും ഈക്വലായി വിതരണം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ എല്ലാവരിലും എത്തണം എന്നുള്ള 60കളിലെയും 70കളിലെയും ഗവൺമെന്റിന്റെ നയമാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളം, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഉണ്ടാക്കിയത്. എല്ലാ ആളുകളുടെയും കുറഞ്ഞ പക്ഷം ഭൂമിയുണ്ട്. ഭൂമി ഇല്ലാത്തതെന്ന് സർക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള 3,22,000 ഫാമിലികൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരുടെ കയ്യിലും ഭൂമിയുള്ളത് ഭൂപരിഷ്കരണ നയത്തിലൂടെ വന്നതാണ്. അപ്പൊ നിലവിലുള്ള എല്ലാവരുടെയും കയ്യിലുള്ള ഭൂമി എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടി ഒരു നയം ഉണ്ടാവും. അങ്ങനെ ഒരു നയം കേരളത്തിലില്ല. ലാൻഡ് യൂസ് പോളിസി എന്നാണ് അതിനെ പറയുക. കാസർഗോഡ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിസ്ഥിതി വിഷയ നിർണയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ M. ഗോപാലൻ, തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സീനിയർ സയന്റിസ്റ്റ് P. ഹരിനാരായണൻ, കൽപ്പറ്റ MS സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ V. ബാലകൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. പ്രൊഫസർ V. ഗോപിനാഥൻ മോഡറേറ്ററായിരുന്നു. സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. LDF സർക്കാരിന്റെ ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയിൽ പ്രതിഷേധിച്ച് UDF കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ UDF ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഈ അഴിമതിയെക്കുറിച്ച് പിണറായി വിജയന് ആരോപണം വന്നത്? ഇദ്ദേഹം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ലാബിൽ ഇടപാട് നടന്നു. വാസ്തവത്തിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കൈക്കൂലിയായിട്ടാണ് വാസ്തവത്തിൽ ഇലക്ട്രിസിറ്റിയുടെ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ പണമിടപാട് ഒപ്പിച്ചത്. പക്ഷെ ഞങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അതിന് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് ന്യായം. എന്നാൽ അന്വേഷണത്തിൽ നിന്നും കേസിലൊക്കെ വന്നത് വാസ്തവത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും അന്നത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയും യഥാർത്ഥത്തിൽ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഇപ്പോഴും കേസ് കിടക്കുകയാണ്. UDF കാസർഗോഡ് മണ്ഡലം ചെയർമാൻ AM കടവത്ത് അധ്യക്ഷത വഹിച്ചു. MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, മുൻമന്ത്രി CT അഹമ്മദ് അലി, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, UDF മണ്ഡലം കൺവീനർ കരുൺ താപ്പ, നേതാക്കളായ PA അഷ്റഫ് അലി, ഹരീഷ് P നായർ, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, കരിവെള്ളൂർ വിജയൻ, നാഷണൽ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡല കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 6000-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. വാസ്തവത്തിൽ നാം വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാർഡ് തലത്തിലും 2019 ജനുവരി 1-ാം തീയതിക്ക് 18 വയസ്സ് തികയുന്ന മുഴുവൻ ആൾക്കാരെയും, അതുപോലെ പ്രവാസികളെയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മുഴുവൻ ആൾക്കാരെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള യാതൊരു സംശയം. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒക്ടോബർ 1 മുതൽ
നവംബർ 15 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയമാണ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM കടവത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KS ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഇവിടെ 2 നിയോജക മണ്ഡലത്തിലാണ് പാർട്ടി മത്സരിക്കുന്നതും ജയിച്ചിട്ടുള്ളതും. ഈ 2 നിയോജക മണ്ഡലങ്ങളെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയും 2019 വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും അനുകൂലമായിരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തെ അനുഗുണമാക്കിയെടുത്ത് കാസർഗോഡ് പാർലമെൻറ്റിലേക്ക് കാസർഗോഡ് നിന്നുള്ള പാർലമെൻറ്റിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയെ ഉറപ്പിക്കുക കൂടിയാണ് 5 കൺവെൻഷനുകൾ കഴിയുമ്പോൾ നാം ലക്ഷ്യമിടുന്നത്. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, നേതാക്കളായ A അബ്ദുൾ റഹിമാൻ, MC കമറുദ്ദീൻ, കലക്ടർ മാഹിൻ ഹാജി, മുഹമ്മദ് കുഞ്ഞി, അസീസ് മരിക്കെ, MS മുഹമ്മദ് കുഞ്ഞി, മുനീർ ഹാജി മൊഗ്രാൽ, അഷ്റഫ് എടനീർ, മൂസാബി ചെർക്കള, AA ജലീൽ, മാഹിൻ കേളോട്ട്, അബ്ദുള്ള കുഞ്ഞി ചെർക്കള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കൃഷിയെ വിസ്മരിക്കുന്ന പുതിയ കാലത്ത് കാർഷിക രംഗത്ത് പ്രതീക്ഷയുടെ വെളിച്ചമാവുകയാണ് റിട്ടയർഡ് അധ്യാപകനായ ഡോക്ടർ ചന്ദ്രശേഖരൻ. മഞ്ചേശ്വരം മിയപദവ് സ്വദേശിയായ ഡോക്ടർ ചന്ദ്രശേഖരൻ അധ്യാപനത്തോടൊപ്പം കൃഷിയെയും നെഞ്ചിലേറ്റുകയായിരുന്നു. ഇപ്പോൾ റംബൂട്ടാൻ കൃഷിയിലൂടെ മിയപദവിന്റെ താരമായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മിയാപദവ് സ്വദേശിയായ ഡോക്ടർ ചന്ദ്രശേഖരൻ എന്ന റിട്ടയർഡ് അധ്യാപകന് കൃഷി എന്നാൽ ജീവനാണ്. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്ന കാലത്ത് തന്നെ കൃഷിയിൽ അതീവ തൽപരനായിരുന്നു ഇദ്ദേഹം. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പൂർണ്ണമായും കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പോൾ റംബൂട്ടാൻ കൃഷിയിലൂടെയാണ് ഇദ്ദേഹം താരമായത്. കാസർഗോഡ് ജില്ലയിൽ സുപരിചിതമല്ലാതിരുന്ന റംബൂട്ടാൻ കൃഷി തുടങ്ങിയപ്പോൾ ഈ കൃഷി ഫലവത്തല്ല എന്ന് പറഞ്ഞ് പലരും പിന്തിരിപ്പിച്ചെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയ ഇദ്ദേഹത്തിനിപ്പോൾ ആത്മസംതൃപ്തിയാണ്. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ ഈ റംബുട്ടാൻ, മാംഗസ്റ്റീൻ, അവക്കാഡോ, there is a good price. Only thing is you have to grow in a scientific way. And in the marketing, nama serious side edukonu. It's not a fruit which can be sold like our usual market. അതിലേക്ക് സ്പെഷ്യൽ മാർക്കറ്റ് ഉണ്ട്. ആ സ്പെഷ്യൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോകണം. ആ സ്പെഷ്യൽ മാർക്കറ്റിൽ ഈ ഫ്രൂട്ട്സ് സെയിൽ ആക്കണം. ആൻഡ് അതിലേക്ക് ഡിമാൻഡ് ഉണ്ട്. ആൻഡ് ദർ ഈസ് നോ പ്രോബ്ലം ഇൻ സെല്ലിങ് ദീസ് ഫ്രൂട്ട്സ്. ആൻഡ് ഓൺലി തിങ് ഈസ് we have to take up this we have to produce, give quality fruits, and we have to also ask for the price. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം കൊണ്ടുവന്ന റംബൂട്ടാൻ തൈകളിലൂടെ മികച്ച വരുമാനമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. 5 ഏക്കർ സ്ഥലത്താണ് കൃഷി. ഇതിൽ കമുക്, മാവ്, തെങ്ങ് തുടങ്ങിയ കൃഷികളുമുണ്ട്. മുമ്പ് വാണിജ്യാടിസ്ഥാനത്തിൽ പപ്പായ കൃഷിയും നടത്തിയിരുന്നു. മുംബൈ, പൂനെ, ഹൈദരാബാദ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് റംബൂട്ടാൻ കയറ്റി അയക്കുന്നുമുണ്ട്. 200-250 രൂപയാണ് ഏകദേശ വില. കുടംപുളിയുടെ കുടുംബത്തിൽപ്പെട്ട മാംഗോസ്റ്റിൻ എന്ന ഔഷധ സസ്യവും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വളർത്തുന്നു. കൂടാതെ കൊക്കോ, വിവിധങ്ങളായ പപ്പായ എന്നിവയും വളർന്നു നിൽക്കുന്നു. കൃഷിയെ വിസ്മരിക്കുന്ന പുതിയ കാലത്ത് ഡോക്ടർ ചന്ദ്രശേഖരനെ പോലെയുള്ളവർ കാർഷിക രംഗത്തെ പ്രതീക്ഷയുടെ പുതിയ തിരിവട്ടമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാനദണ്ഡം നിശ്ചയിച്ചതിൽ ഭിന്നശേഷിക്കാരെ ഒഴിവാക്കണമെന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പരശുവൈക്കൽ. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് അവരുടെ മാത്രം വരുമാനം ബാധകമാക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനമാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ഇക്കാര്യത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും പരശുവൈക്കൽ മോഹനൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യം സംസ്ഥാനത്ത് നിന്ന് ലഭിക്കണമെങ്കിൽ അവരുടെ മാത്രം വരുമാനം ബാധകമാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർ കാണുന്നത്. വീട്ടിനകത്ത് ഒരുപാട് അംഗങ്ങളുള്ളപ്പോൾ അവർക്കുള്ള വരുമാനം, അച്ഛൻ ചിലപ്പോൾ സർവീസിലിരുന്ന് പെൻഷനായിട്ടുള്ള ആളായിരിക്കും, അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടാവും.
സഹോദരങ്ങൾക്ക് ജോലിയുള്ളവരായിരിക്കും, അവർക്ക് കിട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രശ്നം, ഒരു 50% ആളുകൾക്ക് ഭിന്നശേഷിക്കാർക്ക് ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഫെഡറേഷൻ നേതാക്കളായ വേണുഗോപാൽ ആചാരി, എം കൃഷ്ണൻ, അബൂബക്കർ കോയ, CV സുരേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കരിവെള്ളൂർ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. സാംസ്കാരിക സമ്മേളനവും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി. ക്ഷേത്ര കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. 19 വരെ നടക്കുന്ന നവരാത്രി മഹോത്സവം വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ ചന്ദ്രൻ മാസ്റ്റർ, തങ്കമണി എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AV രാജൻ സ്വാഗതവും ജനറൽ കൺവീനർ V തമ്പാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഫ്ലവേഴ്സ്, ടീം ഫെയിം, മാസ്റ്റർ മൽഹാർ നയിച്ച സംഗീതരാവും നടന്നു. ഒക്ടോബർ 15 തിങ്കളാഴ്ച പലിയേരി വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി അരങ്ങേറും. ബേത്തൂർപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1992-93 SSLC ബാച്ച് ആകർഷകമായ പ്രവേശന കവാടം നിർമ്മിച്ചു നൽകി. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. 1992-93 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഉദ്ഘാടനത്തിന് സാക്ഷികളാകുവാൻ എത്തിയിരുന്നു. വാർഡ് മെമ്പറും സംഘാടക സമിതി ചെയർമാനുമായ K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പ്രവേശന കവാട നിർമ്മാണ മേൽനോട്ടം നടത്തിയ CA മുഹമ്മദ് റാഷിദിന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ ഉപഹാരം നൽകി. സംഘാടക സമിതി കൺവീനർ വിനോദ് K, PTA പ്രസിഡന്റ് K മോഹനൻ, പ്രിൻസിപ്പാൽ P ശശിധരൻ, ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ PM, മുൻ ഹെഡ്മാസ്റ്റർ M ദാമോദരൻ, മദർ PTA പ്രസിഡന്റ് KK ശോഭന, ട്രഷറർ K മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കണ്ണൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ പ്രദർശനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ആകാശ് കൺവെൻഷൻ സെന്ററിലാണ് അകംപുറം എക്സിബിഷൻ നടക്കുന്നത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും അനുബന്ധ ഉൽപ്പാദനങ്ങളുടെയും വിപുലമായ പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കണ്ണൂർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. അകംപുറം എക്സിബിഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന പ്രാദേശിക നിർമ്മിത സാധനങ്ങളുടെയും ഇറക്കുമതി ചെയ്യപ്പെടുന്ന ആഡംബര വസ്തുക്കളുടെയും പുതുതായി വിപണിയിലിറക്കിയിട്ടുള്ള നിർമ്മാണ സാമഗ്രികളുടെയും വിപുലമായ പ്രദർശനമാണ് അകംപുറം എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പുതിയ പ്രവണതയെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വ്യവസായ സംരംഭകർക്കും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ് പ്രദർശനം. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, ആർക്കിടെക്ട് സാജു ജോസ്, ആർക്കിടെക്ട് ജയരാജ്, K മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൊവ്വൽ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിൽ. വായിച്ചും കേട്ടുമറിഞ്ഞ കാര്യങ്ങൾ നേരിട്ടറിഞ്ഞപ്പോൾ കൗതുകത്തോടൊപ്പം സന്തോഷവും. ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായിരുന്നു പോസ്റ്റ് ഓഫീസ് സന്ദർശനം. കത്തുകളെയും അത് വിതരണം ചെയ്യുന്ന പോസ്റ്റ്മാനെയും കുറിച്ച് കേട്ടും സിനിമകളിൽ മാത്രം കണ്ടും പരിചയമുള്ള കുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോൾ എല്ലാം കൗതുകം. ഇതുവരെ കേട്ടറിവ് മാത്രമുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു കുട്ടികൾ. ലോക തപാൽ ദിനത്തിന്റെ ഭാഗമായാണ് കൊവ്വൽ AUP സ്കൂളിലെ UP വിഭാഗത്തിലെ കുട്ടികൾ അധ്യാപകരോടൊപ്പം ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിലെത്തിയത്. ഓഫീസിൽ നൽകുന്ന സേവനങ്ങൾ, സ്റ്റാമ്പുകൾ, മണി ഓർഡറുകൾ, സ്പീഡ് പോസ്റ്റ്, കത്തുകൾ തരംതിരിക്കൽ തുടങ്ങിയ വിവരങ്ങളെല്ലാം പോസ്റ്റ് മാസ്റ്റർ CK അശോക് കുമാർ കുട്ടികളുമായി പങ്കുവച്ചു. വായിച്ചും കേട്ടും അറിഞ്ഞ വിവരങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. വിവരങ്ങൾ അറിയാനും അറിയിക്കാനും കത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലവും അത് മാറി വന്ന സാഹചര്യവും വിദ്യാർത്ഥികൾ അനുഭവിച്ചറിഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അത് വിതരണം ചെയ്യുന്ന രീതികളെക്കുറിച്ചും കൂടുതൽ ചോദിച്ചറിഞ്ഞും മനസ്സിലാക്കിയുമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. M ദിലീപ് കുമാർ, K ധനേഷ് എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പ്രധാനാധ്യാപിക ഉഷ, PV രമണി,
PK സുനിത, പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമായി. നഗരസഭ 2018-19 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി നടത്തുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കാഞ്ഞങ്ങാട് അരിമല ഹോസ്പിറ്റൽ റോഡിലെ അറ്റകുറ്റപ്പണികൾ തീർത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾ തുടങ്ങി. നഗരസഭ 2018-19 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷൻ, അരിമല ഹോസ്പിറ്റൽ, ഉണ്ണിമിശിഹ ക്രിസ്ത്യൻ ദേവാലയം എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. ഇതിനു മുൻപും റീടാറിംഗ് പ്രവൃത്തി നടത്തിവന്നിരുന്നെങ്കിലും മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ റോഡ് പൊട്ടിപ്പൊളിയുക പതിവായിരുന്നു. ഇത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും വളരെ പ്രയാസമുണ്ടാക്കിയിരുന്നു. യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കിയായിരുന്നു റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതോടെ നിരവധി ആളുകളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരം കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ യോഗ പ്രകൃതി ചികിത്സ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനുള്ള സ്ഥലം കൈമാറാൻ ധാരണാപത്രമായി. 100 കിടക്കകളുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങുന്നത്. കാസർഗോഡ് നഗരഹൃദയത്തിലെ കിണർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡിൽ ഒരു കാലത്ത് നിറഞ്ഞ ജലസ്രോതസ്സായിരുന്ന കിണറാണ് ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നാടും നഗരവും നവരാത്രി ആഘോഷലഹരിയിൽ. കാഴ്ചയുടെ ഉത്സവം തീർത്ത് പുലിക്കളിയും നവരാത്രി വേഷങ്ങളും നഗരം കീഴടക്കുന്നു. LDF സർക്കാരിന്റെ ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതിയിൽ പ്രതിഷേധിച്ച് UDF കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. റംബൂട്ടാൻ കൃഷിയിലൂടെ മിയപ്പദവിന്റെ താരമായി ഡോക്ടർ ചന്ദ്രശേഖരൻ. കൃഷിയെ വിസ്മരിക്കുന്ന പുതിയ കാലത്ത് കാർഷിക രംഗത്ത് പ്രതീക്ഷയുടെ വെളിച്ചമാവുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന പരിസ്ഥിതി സെമിനാർ ശ്രദ്ധേയമായി. കാസർഗോഡ് പീപ്പിൾസ് ഫോറം, ഗവൺമെന്റ് കോളേജ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇക്കോ ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ പ്രദർശനവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കണ്ണൂർ സെന്റർ. കാഞ്ഞങ്ങാട്ടാണ് പ്രദർശനം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.